പെരുമാതുറയിലെ മാടൻവിള പാലത്തിന്റെ ഭാഗത്തും ഒരു അപകടമുണ്ടായി. അവിടെ അശാസ്ത്രീയമായി നിർമ്മിച്ച കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് കാറ് മറിഞ്ഞ് യുവതിക്ക് പരിക്കുപറ്റി. ഇന്നലെ രാത്രി 7:45 അപകടം സംഭവിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. നോക്കൂ, അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ഒരു ഭാഗത്താണ്, കോൺക്രീറ്റ് ഭാഗത്താണ് വണ്ടി വന്നതിനകത്ത് വന്ന് ഇടിച്ചു. കണ്ടോ, അത് കാണില്ല. ഡ്രൈവർക്ക് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ ഭാഗം കാണുകയേയില്ല. പെരുമാതുറ മാടൻവിള പാലത്തിലാണ് അശാസ്ത്രീയമായി നിർമ്മിച്ച കോൺക്രീറ്റ് തിട്ടയിലിടിച്ച് കാറ് മറിഞ്ഞ് യുവതിക്ക് പരിക്കുപറ്റിയത്. ഇന്നലെ രാത്രി 7:45 അപകടം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാറ് പാലത്തിന്റെ വശത്തുള്ള കോൺക്രീറ്റ് കട്ടയിലിടിച്ച് വശത്തേക്ക് മറിയുന്നതും ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് വാഹനം ഉയർത്തുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രദേശത്ത് തെരുവുവിളക്കുകൾ ഇല്ലാത്തതും പാലത്തിന്റെ കൈവരികളിൽ കാടുപിടിച്ച് കിടക്കുന്നതും കാരണം രാത്രി സമയങ്ങളിൽ ഡ്രൈവർമാർക്ക് ഈ തടസ്സം കാണാൻ സാധിക്കില്ല. ഇതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞു വന്നതാണ്. അവിടെ സ്വാഭാവികമായും ചെടിയാണ് എന്നുള്ളത് നമുക്ക് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്തുണ്ട്, ചെടി മാത്രമല്ല അവിടെ ഉള്ളത്. ആ ചെടിയോടൊപ്പം ഒരു കട്ട കൂടി അവിടെ പ്രേക്ഷകർക്ക് കാണാം. ആ വാഹനം സാവധാനം വന്നതുകൊണ്ട് അങ്ങനെ മറിഞ്ഞ് അവിടെ റോഡിലേക്ക് വീണു. കുറച്ചുകൂടി സ്പീഡിലെങ്ങാണ്ട് വരുന്നെങ്കിൽ ആ കുഴിയിലേക്ക് പോയി വീണേന വാഹനം. വളരെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതൊക്കെ നിർമ്മിച്ച PWD എഞ്ചിനീയർമാരെയും ഇതൊന്നും നോക്കാതിരിക്കുന്ന ഓവർസിയർമാരെയൊക്കെ എന്താ പറയുക. 6 മാസം മുമ്പ് പാലത്തിന്റെ ബലക്ഷയം റിപ്പോർട്ടർ വാർത്ത നൽകിയിരുന്നു. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് ഇടപെടുകയും പാലം പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. അഷൻഡിയാഗോ ഉണ്ട്. അഷൻഡിയാഗോ പറച്ചിലെല്ലാം വാക്കുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ആ മൺതിട്ടയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച കോൺക്രീറ്റ് കട്ടയിൽ ഇടിച്ച് ഒരു യുവതിക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി, അല്ലേ? ആ വാഹനം സാവധാനം വന്നതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയാം, അല്ലേ? തീർച്ചയായും അതൊരു വനിതാ ഡോക്ടർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവർ വളരെ പതുക്കെ വന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം. ഒരു പക്ഷേ ഈ തിട്ടയിലിടിച്ച് വാഹനം അങ്ങ് പാലത്തിന് താഴേക്ക് വീഴാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിലേക്ക് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ഇതുവഴി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ തിട്ടകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തിട്ടകൾക്ക് ചുറ്റുമായി കാട് പിടിച്ച് കിടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്തൊക്കെ തെരുവ് വിളക്കുകളും കുറവാണ്. മാത്രമല്ല തിട്ടകളിൽ റിഫ്ലക്ടറോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. രാത്രി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആർക്കും പെട്ടെന്ന് ഇത് കാണാനും കഴിയില്ല. ഇത്തരത്തിൽ ഇവിടെ അപകടങ്ങൾ പതിവാണ് എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാലത്തിന് ബലക്ഷയമുണ്ട്. അത് 6 മാസം മുമ്പ് നമ്മൾ വാർത്ത ചെയ്തതുമാണ്. അതിൽ ഇടപെടുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതുമാണ്. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള തിട്ടകളിൽ ഒരു പരിഹാരം വേണം. കാരണം ഇന്നലെ തലനാടിലേക്കാണ് ആ ലേഡി ഡോക്ടർ അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ പതിവാണോ ഈ അപകടങ്ങൾ ഇങ്ങനെ? ഇത് സ്ഥിരമായി ഇങ്ങനെ അപകടങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. ഇന്നലെ രാത്രി നടന്ന അപകടം എന്ന് പറയുന്നത് തലനാടിലേക്കാണ് ആൾ രക്ഷപ്പെട്ടത്. വണ്ടി തലകുത്തന്നെ മറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഒരു പൈപ്പ്, അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഒരു ഭിത്തിയാണ് കാണുന്നത്. അത് ഈ പരിചിതമില്ലാത്ത ആളുകൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടിക്കും. ഈ നാട് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഈ റോഡിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് സ്ഥിരമായി അതൊരു യാത്ര ചെയ്യുന്നതുകൊണ്ട് അപകടങ്ങൾ കുറവാണ്. പക്ഷേ ഈ സ്ഥാപിച്ചതിന് ശേഷം ഒരു 8-9 അപകടങ്ങൾ കാര്യമായി നടന്നിട്ടുണ്ട്. ഗുരുതര പരിക്ക് വരെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ പാലത്തിൻ്റെ ബലക്ഷയം അടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് അന്ന് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഈ വിഷയം നമുക്ക് പരിഹരിക്കാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പാലം പുതുക്കി പണിയാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ അത് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതുവായ പരാതി. ഈ കൈവേരിയിലേക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ സ്ലാബ് കാണത്തില്ല പെട്ടെന്ന്. അല്ല, അതാണ് ഇവിടുത്തെ ഒരു അപകടത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇത് നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ട് വലിയ കാര്യമില്ല. നമ്മൾ ഈ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഇത് തന്നെ ഈ താഴ്ഭാഗം ഇത് ബോക്സ് ടൈപ്പാണ് ഈ പാലം. ഇവിടെ 3 പാലങ്ങളുണ്ട്. അതേപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെയധികം വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ പാലം മൊത്തം രണ്ടാമത് പണിയണം. അടിയിൽ വേലി ഇറക്കം ഉണ്ടായാൽ പിന്നെ ബോട്ടോ വള്ളമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത് 3 പാലവും പൊളിച്ച് പണിതാലേ ഈ നാടിൻ്റെ തന്നെ വികസനത്തിന് ഉപയോഗിക്കാൻ പാലത്തിന് ഇപ്പം നിലവിൽ ബലക്ഷയമുണ്ടല്ലോ ചേട്ടാ. ഇവിടെ ഇങ്ങനെ വേറെ ആർക്കെങ്കിലൊക്കെ ഇവിടെ ചവറിടുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടോ? അതെ, നിലവിൽ നമ്മളുടെ ഈ പ്രദേശത്തെ അറവുശാലകളുടെ അറവ് മാലിന്യങ്ങൾ മുഴുവൻ വൈകുന്നേരം അത് നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ കൊണ്ടിടുന്ന ഒരു അവസ്ഥയുണ്ട്. മൂക്കുപൊത്താതെ ഇതുവഴി യാത്ര ചെയ്യാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ ജനങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സ്ഥാപിച്ച ക്യാമറയാണ് ഇവിടെ കാണുന്നത്. ക്യാമറയിലാണ് ആക്സിഡന്റ് പറഞ്ഞത്. ഈ ക്യാമറയിലാണ് ഈ ആക്സിഡന്റ് പറഞ്ഞത്. ഏകദേശം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാണ് ഈ 2 ഭാഗത്തേക്കും അതിനുശേഷം ഈ അറവ് മാലിന്യം തള്ളുന്നതിന് വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ അപകടങ്ങൾ
ഇങ്ങനെ പുല്ല് കയറി കിടക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാലം അത് പൊളിച്ച് പണിയുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ ഈ വരുന്ന പുതിയ ആൾക്കാർക്ക് ഇതുവഴി നേരത്തെ പറഞ്ഞതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഈ കല്ല് റോഡിലോട്ട് കയറിയിരിക്കുന്ന അപകടമുണ്ട്. അരുൺ, ആ ദൃശ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അരുണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കോൺക്രീറ്റ് തിട്ടയുണ്ട്. അത് നമുക്ക് അവിടെ നിന്നാൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവത. ഇതാണ് ഞാൻ പറഞ്ഞ ആ തിട്ട എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ തിട്ട നിൽക്കുന്നത്. ഇത് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു നോക്കിയാൽ കാണാൻ കഴിയില്ല. ഇത്രയും ഭാഗം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ല വീതിക്കാണ്, രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയൊരു തിട്ടയാണ് ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ പാലത്തിൽ നിന്ന് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ വളവാണ്, കണ്ടാൽ തന്നെ അറിയാം. നേരെ വന്നില്ലെങ്കിൽ വണ്ടി ഇടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുപോലെയാണ് ആ ഭാഗത്തുമുള്ളത്. വല്ലാത്തൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. വളരെ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചു വെച്ച കോൺക്രീറ്റ് കട്ടയിൽ കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബിൻ്റെ ഒരു ഭാഗത്താണ് ഒന്ന് ഇടിച്ചത്. അതിനുശേഷം വണ്ടി അതിലേക്ക് മറിയുകയായിരുന്നു. എന്താ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ നിർമ്മിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന സംഭവമല്ലേ. വാഹനത്തിന് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡോക്ടർ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പോൾ ഇതാണ് പൊതുവേ നടക്കുന്ന നിർമ്മാണമാണ്. നമ്മളിത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് PWD മിനിസ്റ്ററുടെ. അന്ന് PWD മിനിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നടപടി ഉണ്ടായില്ല. പോയ വഴിക്ക് പൂട പോലും കാണാൻ.